നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ചതയ നക്ഷത്രക്കാരുടെ 2025 വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 2025, അതായത് കൊല്ലവർഷം 1200 ആണ്. അങ്ങനെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് തൊട്ട് മുമ്പ് 7:25 ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്താണ് മേടവിഷു സംക്രമം നടന്നത്. അതായത് പുലർച്ചെ 3:21 അപ്പോൾ ശരിക്കും 1-ാം തീയതി ആകണമെങ്കിൽ പുലർന്നെങ്കിൽ മാത്രമേ നമുക്ക് 1-ാം തീയതി എന്ന് നമ്മുടെ പഞ്ചാംഗം പ്രകാരം പറയാൻ പറ്റുള്ളൂ. ശരിക്കും മീനം അവസാനിക്കുന്ന ആ സമയത്ത് ആ രാത്രി തീരുന്നതിന് മുമ്പായിട്ടാണ് വിഷു സംക്രമം നടക്കുന്നത്. അപ്പോൾ അന്നത്തെ നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിഷുഫലം പറയുന്നത്. വിഷു സംക്രമ നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് ആദ്യം നമ്മൾ ഫലം പറഞ്ഞു തുടങ്ങുന്നത്. വിഷു സംക്രമം നടന്നത് ചോതി നക്ഷത്രത്തിലാണ്. വിഷു സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 6 ഗ്രൂപ്പായിട്ട് നക്ഷത്രങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ മധ്യശൂലം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ ശൂലം എന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകൾക്ക് അത്ര ഗുണകരമല്ല വിഷുഫലം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചതയ നക്ഷത്രക്കാർ മധ്യശൂലത്തിൽ വരികയും അവർക്ക് അത്ര ഗുണകരമല്ലാത്ത വിഷുഫലവും ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടാം. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഒന്നുകിൽ നമ്മുടെ കുഴപ്പം കൊണ്ട്, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് തടയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒക്കെ കാര്യങ്ങളുടെ സാധ്യത നീണ്ടുപോകാം, കാര്യസാധ്യം നീണ്ടുപോകാം. കാര്യം നടക്കുകയില്ല എന്ന് പറയുന്നില്ല, കാര്യലാഭം കുറച്ച് താമസിച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ കുടുംബത്തിൽ ഒരു കാരണവും ഇല്ലാതെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കപ്പെടാം. പിന്നെ ബന്ധുക്കളെ സംബന്ധിച്ചോ ഒക്കെ ദുഃഖങ്ങളും ഉണ്ടാകാം. വാഹനം ഉപയോഗിക്കുമ്പോൾ കരുതൽ ഉണ്ടാവുക. എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടാനായിട്ട് ഈ സമയം അത്ര അനുയോജ്യമല്ല. പിന്നെ ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. ശാരീരികവും മാനസികവുമായ ഒരു വൃത്തി പാലിക്കണം. അതായത് പകർച്ചാരോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ശാരീരികമായിട്ട് നല്ല വൃത്തി പാലിക്കണം. പിന്നെ മറ്റുള്ളവരുടെ ആ ഒരു സ്വാധീനത്തിൽപ്പെട്ട്, ഒരു ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും ഏർപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. മറ്റുള്ളവർ പ്രേരിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളൊന്നും വർദ്ധിപ്പിക്കുക. ശാരീരികവും മാനസികവുമായ ശുദ്ധി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. രോഗങ്ങൾ വരാതെയും മനസ്സിന് ദുഷ്ടത ബാധിക്കാതെയും ജീവിക്കുക. ആത്മവിശ്വാസം അല്പം കുറവായിട്ടാണ് ഗ്രഹസ്ഥിതി കൊണ്ടും നക്ഷത്രസ്ഥിതി കൊണ്ടും മനസ്സിലാക്കേണ്ടത്. ചില ആശങ്കകൾ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ആശങ്കകൾ കൂടിയിട്ടൊരു വിഷാദം പോലും എത്താൻ ചിലർക്ക് സാധ്യതയുണ്ട്. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം കിട്ടും. ജാതകത്തിലും ദശാകാലമൊക്കെ മോശമാണെങ്കിൽ ഈ സമയത്ത് ഈ വിഷാദം ഉണ്ടാകും, ഒരു സങ്കടം പോലെ ഉള്ളിൽ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാകും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അത് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. അതുപോലെ മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ട പല അവസ്ഥകളും വന്നെത്തിയേക്കാം. കഴിയുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വയം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റില്ല, കാരണം സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് അനധികൃതമായിട്ടൊന്നും കൈപ്പറ്റാതിരിക്കുക, കൂടുതൽ അവരെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ വ്യക്തിത്വം കളഞ്ഞുള്ള ആശ്രയത്വം നല്ലതല്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഈ ആശങ്കയുണ്ടല്ലോ, ഇത് നമ്മളെ മറ്റുള്ളവരുടെ കീഴിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി കൊണ്ട് ഈ ചതയ നക്ഷത്രക്കാർക്ക് പ്രശ്നം ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യം ആർജിക്കുക, ഒരു ആത്മവിശ്വാസവും ധൈര്യവും ആർജിച്ച് മുന്നോട്ട് പോവുക. ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും അത് വിഷമതയിലേക്ക് എത്തിച്ചേരും. സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം കയറി വരുന്നു. വരവ് ചെലവുകൾ ഒത്തുവരാതെ ബുദ്ധിമുട്ടാകും. നിരന്തരമായ യാത്രകൾ കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെ വന്നേക്കാം. എന്നാൽ വ്യാപാരത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. പിന്നെ ജോലിയിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്.
കരാറുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന കാലമാണ്. ചികിത്സകൾ ഫലിക്കുകയും രോഗങ്ങളിൽ നിന്ന് ക്രമേണ മുക്തി ലഭിക്കുകയും ചെയ്യും. വിദേശത്ത് കഴിയുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കിട്ടുന്നതാണ്. ഗ്രഹസ്ഥിതി ഫലം നോക്കുമ്പം ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും എന്നാണ് കാണുന്നത്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ പണം മുടക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. നമ്മുടെ പ്രവർത്തന രംഗം കുറച്ചുകൂടെ അനുകൂലമായിട്ട് വരും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. പൈതൃക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അത്ര ഈസിയല്ല. അതിന് നിയമപരമായ ചില കടമ്പകൾ കടക്കേണ്ടി വരും. യാത്രകൾ വേണ്ടിവരും. ഭക്ഷണസുഖം കുറയും. എല്ലുകൾക്കോ പല്ലുകൾക്കോ രോഗസാധ്യതയുള്ള കാലമാണ്. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും അതുമൂലം ചെലവ് കൂടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ചതിവ് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിനായിട്ട് പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതുമാണ്. ഇതാണ് ഗ്രഹസ്ഥിതി കൊണ്ട് വിഷുഫലം പറയാനുള്ളത്. അടുത്തത് നമ്മൾ പരമ്പരാഗതമായ 2-3 ഘടകങ്ങൾ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഫലങ്ങൾ പറയാം. ആയം എന്ന് പറഞ്ഞാൽ വരവ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, കന്തായം എന്ന് പറഞ്ഞാൽ ഓരോരോ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങൾ. ചതയ നക്ഷത്രം കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അപ്പം കുംഭക്കൂറിന് ആയം 8 വ്യയം 14 അതുകൊണ്ട് വരവ് കുറവും ചിലവ് കൂടുതലും ആയിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഈ പൈസ നിൽക്കാത്തൊരവസ്ഥ അനുഭവപ്പെട്ടേക്കാം. ചതയ നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം 2, 1, 2 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സുഖക്കുറവും ശരാശരി ധനലാഭവും, ചിങ്ങം മുതൽ 4 മാസം മനസ്സിന് സാമാന്യം സുഖവും ശരാശരി ധനലാഭവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും, ധനു മുതൽ 4 മാസം ശരാശരി ധനം, മനസ്സിന് അതൃപ്തി ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ, അലച്ചിലുകൾ തുടങ്ങിയവ അനുഭവപ്പെടാം. ചെറിയ സുഖാനുഭവങ്ങളും ഉണ്ടാകാം. ഇനി ചതയ നക്ഷത്രക്കാരുടെ പരിഹാര കർമ്മങ്ങളെപ്പറ്റി നോക്കാം. രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് കൂടുതലായിട്ട് അനുഷ്ഠിക്കേണ്ടത്. നാഗക്ഷേത്രത്തിൽ ആയില്യപൂജയോ 100 പാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക തുടങ്ങി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യണം. ഒരു തവണയെങ്കിലും അത് ചെയ്യണം. സൂര്യദശയോ ശനിദശയോ കേതുർദശയോ ആണെങ്കിൽ ദോഷ പരിഹാരം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക, ശനിദേവനെ പ്രാർത്ഥിക്കുക, ശനി സ്തോത്രം അല്ലെങ്കിൽ ശാസ്താ അഷ്ടോത്തരമൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവീഭജനം നടത്തുന്നതും ജന്മനാളിൽ പഞ്ചദുർഗാ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നൽകുന്നതും ഉത്തമമാണ്. കുടുംബദേവതയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് ഉത്തമമാണ്. ധനപരമായ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഇതാണ് ചതയ നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള വിഷുഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.